നോക്കാം. ഞാൻ വായിക്കുന്നത് 2-ാം ശ്ലോകം, 5-ാം സ്കന്ധത്തിലെ 22-ാമത്തെ. യഥാ കുലാലചക്രേണ, കണ്ടോ, കാണുന്നുണ്ടോ? യഥാ കുലാലചക്രേണ ഭ്രമത സഹഭ്രമതാം തദാശ്രയാണാം പിപീലികാദീനാം ഗതി അന്യവ പ്രദേശാന്തരേഷു ഉപലഭ്യമാനത്വാദേവം നക്ഷത്രരാശിഭി ഉപലക്ഷിതേന കാലചക്രേണ ധ്രുവം മേരും ച പ്രദക്ഷിണേന പരിധാവത സഹപരിധാവമാനാനാം തദാശ്രയാണാം സൂര്യാദീനാം ഗൃഹാണാം ഗതി അന്യേവ നക്ഷത്രാന്തരേ രാശ്യന്തരേ ച ഉപലഭ്യമാനത്ത്. ഇതാണ് ശ്ലോകം. ഈ പ്രപഞ്ച വ്യവസ്ഥ ഇതുപോലെയാണത്. കുലാലചക്രേണ. കുലാലചക്രം എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക്? കുലാലൻ എന്ന് പറഞ്ഞാൽ കുശവൻ എന്നർത്ഥം. ആരാ കുശവന്മാര്? മൺകുട ഉണ്ടാക്കുന്നവർ. ഈ മൺകുട ഉണ്ടാക്കണമെങ്കിൽ ആ കളിമൺ അങ്ങനെ കറങ്ങുന്ന ഒരു ചക്രത്തിൽ വെക്കുമ്പോഴാണ് അതങ്ങനെ കറങ്ങി കറങ്ങി കൈകൊണ്ട് ഷെയ്പ്പാക്കി കുടങ്ങൾ ഉണ്ടാക്കുന്നത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇപ്പോഴും നോർത്തിലൊക്കെ പോയ കപ്പ്, ചായ കപ്പൊക്കെ അവർ ഇങ്ങനെ കപ്പ് ഉണ്ടാക്കുന്നു. നോർത്തിലൊക്കെ മൺകപ്പുകളിൽ ചായ കിട്ടും, അറിയേ? ഒരു ഗുള്ളർ ചായ എന്ന് പറയുന്നത്. ഗുള്ളർ എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ചായ ഉണ്ട്, ഗുള്ളർ ചായ. മൺകപ്പിൽ ചായ തരും. അപ്പോൾ ഈ മൺകപ്പൊക്കെ ഇങ്ങനെ ചക്രത്തിൻ്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഉണ്ടാക്കും. അപ്പം ഈ ചക്രം എപ്പോഴും എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടിരിക്കും. പ്രപഞ്ചം ഒരു ഭ്രമതാം, കറങ്ങുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ സയൻസ് പോലും തെറ്റിദ്ധരിച്ചത് യൂണിവേഴ്സ് ഇസ് എ സ്റ്റാറ്റിക് എന്നുള്ളതാണ്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഫ്ലെക്സ് എന്ന്. ഈ പ്രപഞ്ചം ഒരു സ്റ്റാറ്റിക് അല്ല, ഇതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുക. ഭൂമി മാത്രമല്ല, ഈവൻ സ്പേസ് എക്സ്പാൻഡ് എന്നാണ്. നമ്മളിരിക്കുന്ന അന്തരീക്ഷം പോലും അതും വികസിച്ചു കൊണ്ടിരിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഒന്നും ഇവിടെ ചലിക്കാത്തതായി ഇവിടെ ഒന്നും ഇല്ല. എന്നാൽ ഒന്നുണ്ട് ചലിക്കാത്തത്. ഏത്? നിരീക്ഷകബോധം. ഏത്? നിരീക്ഷകനായ ബോധം ചലിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ചലനത്തെ നമുക്ക് നിരീക്ഷിക്കാൻ കൂടെ വന്നില്ലേ നേള് നമുക്ക് സാധിക്കുന്നത്. മനസ്സിലാക്കണേ, ശ്രദ്ധിക്കണം നിങ്ങൾക്ക്. അതായത് ഒരു വസ്തുവിൻ്റെ ചലനം നമുക്ക് അളക്കണമെങ്കിൽ, ഒരു അളവ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കവും നമ്മൾ കാണണം, അവസാനവും കാണണം. അപ്പം സൂര്യ ഉദയവും നമ്മൾ കാണണം, സൂര്യ അസ്തമയവും നമ്മൾ കാണണം. അപ്പോൾ സൂര്യാസ്തമയം കാണാനും സൂര്യ ഉദയം കാണാനൊക്കെ വ്യാപ്തിയും വിസ്തൃതിയും ഉള്ളൊരു ബോധമണ്ഡലം ആർക്കുണ്ട്? കൂടെ വന്നില്ലേ നിങ്ങൾ? മനസ്സിലായില്ല? ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബോധം ആർക്കുണ്ട്? നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കൃത്യതയോടെ അളക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ബോധത്തിന് എല്ലാറ്റിനെയും കാണാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ബോധത്തിൻ്റെ വ്യാപ്തി പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തിയേക്കാൾ വാസ്തവത്തിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്കിതെല്ലാം കാണാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മളത് ശരീരത്തിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ശരിക്കും അറിയുന്നില്ല. നമ്മൾ ഈ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിച്ചു പോയി. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒന്ന് നോക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള ഓരോ കാര്യവും നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക? ഇപ്പം നമുക്ക് ശരീരത്തിന് വയറിനൊരു വേദന വന്നു, എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത്? നിങ്ങളുടെ ബോധത്തിന് അത് അറിയാൻ കഴിയുന്നതുകൊണ്ടാണ്. ആണോ? പറയൂ.
അപ്പം ഈ ബോധത്തിന് ഇതെല്ലാം അറിയാനുള്ള ഒരു കഴിവുള്ളതിന് കാരണം ബോധം എല്ലായിടത്തും എത്തി നിൽക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതെല്ലായിടത്തും എത്തി നിൽക്കുന്നത് കൊണ്ട്. ആകാശത്തിൽ ഇപ്പം നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, പക്ഷെ സ്പേസ് സ്റ്റേഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം ഈ ഇടയ്ക്ക് സുധാംശു ശുക്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോയിരുന്നു സ്പേസ് സ്റ്റേഷൻ, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലേ. അവർക്ക് അവിടെ ഇരുന്ന് ഒരു ദിവസം അനവധി സൂര്യോദയവും അനവധി സൂര്യാസ്തമയം കാണും. നമ്മൾ ഒരു സൂര്യോദയവും സൂര്യാസ്തമയമല്ലേ കാണുന്നത്. അവർക്ക് കാര്യം ഈ സ്പേസ് സ്റ്റേഷൻ അങ്ങനെ ഭൂമിക്ക് മുകളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിക്ക് മുകളിലൂടെ കറങ്ങുമ്പോൾ ഒരു സൂര്യോദയം കഴിയുമ്പോഴേക്കും മറ്റൊരു സൂര്യാസ്തമയം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 12-13 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് കാലത്ത് ഏർലി മോർണിംഗ് പുറപ്പെട്ടാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഒരു ഇരുട്ട് കഴിഞ്ഞു, അവിടെ നേരം വെളിച്ചായി. ഇവിടുന്ന് രാവിലെ പുറപ്പെട്ട ആൾ അവിടെ എത്തുമ്പോഴേക്കും രാവിലെയാണ്, അവിടെ രാത്രിയല്ല, അവിടെയും കാലത്താണ് എത്തുന്നത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. എന്ത്? അത് ഇന്നലെ എത്തുന്നത്. ഇവിടുന്ന് ഇന്ന് പോയാൽ, ഇവിടുന്ന് ഇന്ന് അമേരിക്കയ്ക്ക് പോയാൽ അവിടെ എത്തുമ്പോൾ ഇന്നലെ അവിടെ എത്തും. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് വട്ടാന്ന് പറയും. മനസ്സിലായില്ലേ? അവർക്ക് ഇന്നാവണമെങ്കിൽ ആ ഒരു ദിവസം കഴിയണം. മനസ്സിലാവുണ്ടോ? അവർക്ക് ആ ഒരു സമയം കഴിഞ്ഞാലാണ് നാളേക്കാണ് വന്നത്, പിറ്റേ ദിവസമാവുന്നത്. അപ്പോഴേക്കും ഇവിടെ ഒരു ദിവസം കഴിഞ്ഞു, നമ്മൾ അടുത്ത ദിവസത്തേക്ക് പോയി. അപ്പം നമ്മൾ അവരെക്കാളും ഒരു ദിവസം മുന്നിലാണ്. ഇവിടെ നമ്മൾ വെള്ളിയാഴ്ചയാകുമ്പം അവിടെ വ്യാഴാഴ്ചയാവുന്നുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ആ അന്താരാഷ്ട്ര സ്റ്റേഷനിലിരുന്ന് ഒരുപാട് സൂര്യാസ്തമയങ്ങൾ കാണാൻ സാധിക്കുന്നതിന് കാരണം ഒരു ഉദയവും അസ്തമയം കാണാനുള്ള കഴിവ് ആ ബോധമണ്ഡലത്തിൽ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ബോധത്തിൻ്റെ വ്യാപ്തി എത്രയാണ്! അളക്കാൻ പറ്റാത്തൊരു ബോധത്തിലിരുന്നു കൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ ചലന വ്യവസ്ഥകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രദ്ധിക്കണം, ഈ പ്രപഞ്ചം എപ്പോഴും ചലനാത്മകമാണ്. അതിനെ കാണുന്ന ബോധം ചലനത്തിനും അതീതമാണ്. അതെപ്പോഴും പൂർണ്ണവും നിശ്ചലവുമാണ്. അത് പൂർണ്ണവും ഇപ്പം നിശ്ചലമായൊരു ബോധമണ്ഡലം, പൂർണ്ണമായൊരു ബോധമണ്ഡലം. അങ്ങനെ ഒരു ബോധമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ ഓരോരുത്തരും കാണുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സ് ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഉറക്കത്തിലേക്ക് പോയാൽ നിങ്ങൾ നിശ്ചലമായി കഴിഞ്ഞു. ഒരു ചലനവും പിന്നെ നിങ്ങളുടെ മനസ്സിനില്ല. ഉണ്ടോ? ഉണ്ടോ? അപ്പം അങ്ങനെ ഒരു നിശ്ചലാവസ്ഥ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് നിശ്ചലതയിലേക്ക് പോകാൻ പറ്റുന്നത്. കൂടെ വന്നില്ല, അത് മനസ്സിലായില്ല. നിശ്ചലാവസ്ഥ ഉള്ളിലുള്ളത് കൊണ്ടല്ലേ നിശ്ചലതയിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു നിശ്ചലാവസ്ഥ ഇല്ലെങ്കിൽ നമുക്ക് നിശ്ചലതയിലേക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പോൾ ഉള്ളിലൊരു നിശ്ചലാവസ്ഥ ഉണ്ടോ? ഉണ്ടോ? അത് ബോധപൂർവം പോകുമ്പോൾ അതിൻ്റെ പേരാണ് സമാധി. എന്താ പറയുക? ഇപ്പം മഹർഷിവര്യന്മാരൊക്കെ എങ്ങനെ സമാധിയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് ആ ബോധത്തിൽ അങ്ങോട്ട് നിശ്ചലമായി തീർന്നു. സമയം പോകുന്നത് പോലും അവർ അറിയുന്നില്ല. ഇപ്പം രാത്രി ഉറക്കത്തിലൊക്കെ എന്താ നമ്മൾ സമയം പോകുന്നത് അറിയുന്നുണ്ടോ? കടന്നു അപ്പോഴേക്കും രാവിലെ അലാം അടിച്ചു, എണീക്കാറായി. നമ്മൾ പറയും സമയം പോയതൊട്ടും അറിഞ്ഞില്ല, ബും എന്ന് പറഞ്ഞൊറ്റ പോക്ക് പോയി. മനസ്സിലായില്ല? എന്തൊരു അത്ഭുതമല്ലേ ഇതൊക്കെ. പക്ഷേ ഈ പറയുന്നതൊക്കെ നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ മനസ്സിനെ നമ്മളൊന്ന് പരിശീലിപ്പിക്കണം. അപ്പോൾ പറയണം, നമ്മൾ ആരാണ്? ഈ കുലാലചക്രത്തിലിരിക്കുന്ന പിപീലിക. നോക്കൂ, നല്ല ഉദാഹരണമാണ്. കാലചക്രേണ ഭ്രമതാം സഹഭ്രമതാം തദാശ്രയാണ പിപീലികാദീന ഗതി അന്യൈവ. മറക്കരുത് ഈ വാക്ക്. ഒരു ചക്രത്തിലിരിക്കുന്ന പിപീലിക. പിപീലിക പറഞ്ഞാൽ
പിപീലിക ആരാണ്? ഉറുമ്പ്. ഉറുമ്പിൻ്റെ ഗതി അന്യവ. എന്താ ഉറുമ്പിൻ്റെ ഗതി? ഉറുമ്പിന് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? ചക്രത്തിലിരിക്കുന്ന ഉറുമ്പ് വേണമെങ്കിൽ അതിന് ചക്രത്തോടൊപ്പം കറങ്ങാം, അല്ലെങ്കിൽ അതിന് ചക്രത്തിൽ നിന്നും പതുക്കെ 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 നടന്ന് അതിന് ചക്രത്തിൽ നിന്നും പുറത്ത് കടക്കാം. ഇതുപോലെ ജീവിതത്തിൻ്റെ സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? ബോധമുള്ളതുകൊണ്ട് സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ട്. അതിനെന്ത് വേണം? താനെ പുറത്ത് കിടക്കുമോ? ഇപ്പോഴത് ചക്രത്തിൻ്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കുടുംബചക്രത്തിൻ്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുരിതചക്രത്തിൻ്റെ കൂടെ, കാലചക്രത്തിൻ്റെ കൂടെ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്ന് സ്വതന്ത്രമാവാൻ ആരെപ്പോലെ? ഒരു ഉറുമ്പിനെ പോലെ അതിന് പുറത്ത് കടക്കാൻ, ഈ മനസ്സിന് പുറത്ത് കടക്കാൻ സാധിക്കും. അപ്പം എന്ത് വേണം? ഉറുമ്പ് പതുക്കെ 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 പതുക്കെ. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണത്. ഇപ്പം നിങ്ങൾ ഒരുപാട് ഉറുമ്പ് വല്ല ഇതിലും പാത്രത്തിലൊക്കെ വന്ന് പാത്രത്തിൽ വല്ല ഉറുമ്പൊക്കെ വന്ന് പെട്ടാൽ ആ പാത്രത്തിന് അല്പം ഒരു ചൂട് തട്ടിയിട്ടുണ്ടെങ്കിൽ ഉറുമ്പ് ചെയ്യും. അപ്പം ആ ചൂട് അറിയാനും ഇത് അപകടമാണെന്നും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആ ചൂടിൽ ചത്തുപോകുമെന്നൊക്കെ ഒരു ചെറിയ തിരിച്ചറിവ് ആർക്കുണ്ട്? ഉറുമ്പിനുണ്ട്. അത് മനസ്സിലാക്കി അത് വേഗം ആ ചൂട് തട്ടുമ്പോൾ തന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കുന്നു. മനസ്സിലായില്ലേ? എന്നാൽ ജീവിതത്തിൻ്റെ എത്ര ചൂട് തട്ടിയിട്ടും പുറത്ത് കടക്കാത്ത ഒരു ഉറുമ്പാണ്, എത്ര അനുഭവം കിട്ടിയിട്ടും പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു ഉടുമ്പാണ്. ഉടുമ്പിനൊരു പ്രത്യേകത. അവിടെ ഉടുമ്പ് എന്നൊരു സാധനമില്ലേ? ഉടുമ്പ് എവിടെയെങ്കിലും പിടിച്ചാൽ പിന്നെ പിടുത്തപ്പെടില്ല. അതുപോലൊരു ഉടുമ്പാണ് ഈ ഇരിക്കുന്നതെല്ലാം. വിടണ്ടേ പിടുത്തം, എന്നാലും വിടില്ല, ചത്താലും വിടില്ല. മനസ്സിലായില്ലേ? ഒരു കാരണവര് അദ്ദേഹത്തിൻ്റെ ആ അലമാര ഒരാൾക്കും തുറക്കാൻ കൊടുക്കില്ല. എപ്പോഴും മക്കൾ ചോദിക്കും ഒന്ന് തുറക്കുമോ വല്ലതും, ഞങ്ങൾക്കൊക്കെ കൊടുക്കില്ല. അവസാനം ഈ കാരണവർ ചത്തുപോയി, പാവം. എല്ലാവരും ചാവും. അപ്പം എല്ലാവരും പറഞ്ഞു എന്നാൽ ഈ അലമാരയിലുണ്ടാവും. കാരണവരെടുത്തു വെച്ചാൽ കാശ് ഇതെടുത്തിട്ടൊക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിനൊക്കെ കാശ് ചെലവഴിക്കാൻ. അലമാരയുടെ താക്കോല് കാണാനില്ല. തപ്പി 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 മടുത്തുപോയി. മനസ്സിലായില്ലേ? കാണണേ ഇല്ല. വീട്ടിലിനി തപ്പാനൊരിടമില്ല. ഇപ്പം ഈ അവസാനം മരിച്ചു കഴിഞ്ഞാൽ വായിലിത്തിരി വെള്ളം കൊടുക്കുന്ന അരി കൊടുക്കുന്നൊരു ചടങ്ങില്ലേ? ഇത് നോക്കുമ്പോഴാണ് സ്റ്റീലിൻ്റെ ഒരു അറ്റം കിടക്കണം. എല്ലാവരും കൂടി വായ പൊളിച്ച് നോക്കുമ്പോൾ ഈ വായിൽ താക്കോലിട്ടാണ് ചത്തിരിക്കുന്നത്. ആ ചാവുമ്പോഴും അത് കൊണ്ടുപോകണം എന്നുള്ളൊരു മോഹം. മനുഷ്യൻ ഇങ്ങനെയൊക്കെയുള്ള ആർത്തിയുള്ളവരുണ്ട്, കൊടുക്കില്ല. മനസ്സിലായില്ലേ? ചത്താലും ഞാൻ അങ്ങനെയൊക്കെ പറയില്ലേ, ചത്താലും ഞാൻ അവക്ക് കൊടുക്കില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ വാശിയുള്ളവരുണ്ട്. അപ്പം അതുകൊണ്ട് ഉറുമ്പിനെ പോലെ അല്പം ഒരു ബുദ്ധി വേണം. ഈ ചക്രത്തിൽ നിന്ന് ഒന്നെനിക്ക് അവർക്ക് പറയൂ, പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉറുമ്പ് അതിന് ചലിക്കണം, നടക്കണം, മൂവ് ചെയ്യണം. വേണ്ടേ? നമ്മളെന്ത് ചലന ചെയ്യേണ്ടത്? നമ്മളെന്ത് ചലനമാണ് ചെയ്യേണ്ടത്? കൂടെ വന്നില്ല. അതിൻ്റെ പേരാണ് അനുഷ്ഠാനം. എന്താണ്? അനുഷ്ഠാനമാകുന്നൊരു ചലനത്തിലൂടെ പുറത്ത് കടക്കാൻ സാധിക്കും. അനുഷ്ഠാനം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനുള്ളൊരു മാർഗമാണ്. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമ. എന്തൊരു മനോഹരമാണ് ഈ ഭാഗവതം. നോക്കൂ നിങ്ങൾ, എത്ര നല്ല ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് ഇത് ധാരാളം മതി. പോരെ? ഒരു ഉറുമ്പ്, ചക്രം, നേരത്തെ മത്സ്യം, വെള്ളം, എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഭാഗവത്തിൽ. അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കുക.
അപ്പം നമ്മുടെ ജീവിതം കളഞ്ഞു കുളിക്കരുത്. നമുക്ക് അവബോധത്തിലേക്കും പൂർണ്ണബോധത്തിലേക്കും കടക്കണം. അതിന് പ്രവർത്തിക്കുക, അതിന് അനുഷ്ഠാനങ്ങൾ ചെയ്തു മുന്നേറണം. ഇതൊക്കെ ഒരു വ്യക്തത വന്നാൽ പിന്നെ നിങ്ങളോട് നാമം ജപിക്കാൻ ആരും പറഞ്ഞു തരണ്ട. കാരണം നിങ്ങൾക്ക് ബോധം വന്നു, ഞാനിത് ചെയ്താലേ എനിക്ക് എൻ്റെ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോന്നും കെട്ടിപ്പിടിച്ച നേരത്തെ ഉടുമ്പിൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. ചൂട് തട്ടിയാലും പുറത്തു പോകാത്ത ഉറുമ്പിൻ്റെ അവസ്ഥ. ചൂട് തട്ടിയിട്ടും ഉറുമ്പ് പുറത്തു പോയില്ലെങ്കിൽ എന്താ അവസ്ഥ? ഒരു മകൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്നെ ഇങ്ങനെ നിർബന്ധിക്കണ്ടല്ലോ കല്യാണത്തിന്. സത്യത്തിൽ കല്യാണ ജീവിതം സുഖാണോ അമ്മേ? സത്യം പറയൂ, കല്യാണ ജീവിതം സുഖാണോ എന്ന് നിങ്ങളെന്താ മകനോട് പറയുക? കല്യാണ ജീവിതം സുഖാണോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? അത് നിൻ്റെ കയ്യിലിരിപ്പ് പോലിരിക്കുന്നു. എൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് സുഖമൊന്നുമില്ല, നിൻ്റെ കാര്യത്തിൽ എങ്ങനെയാവുന്ന ഓരോരുത്തരെയും അല്ലേ, ഓരോരുത്തരെയും തലയിലെടുത്ത് പോലിരിക്കുന്നില്ലേ ഉത്തരം പറയുള്ളൂ. എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെയല്ലേ ഉത്തരം പറയും. അപ്പം അമ്മ പറഞ്ഞു, സുഖമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖമുണ്ട്. പക്ഷെ അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ സുഖമൊന്നും കണ്ടില്ലല്ലോ. അല്ല അങ്ങനെയല്ല, അതൊരു സുഖം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സുഖമുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, നിനക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. എന്താ കഥ? പണ്ട് പെരുമ്പാവൂരിൽ കുറേ ഉറുമ്പുകൾ ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത്. ഉറുമ്പിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് പറയണ്ട. ഈ ഉറുമ്പുകളൊക്കെ കൂടെ, ഉറുമ്പിനൊരു പ്രത്യേകത ഉണ്ട്. അത് കഴിഞ്ഞ ജന്മം ഉണ്ടല്ലോ, കഴിഞ്ഞ ജന്മം ഉറുമ്പുകൾ ഈ ബീവറേജിൽ ക്യൂ നിന്നവരാ. അതുകൊണ്ട് അടുത്ത ജന്മം അവർ ഉറുമ്പിനെ പോലെയായി അവരും ക്യൂവിൽ സഞ്ചരിക്കുള്ളൂ. ഒരാളെ തൊടാതെ നിന്ന് അങ്ങനെ മൂവ് ചെയ്യുന്നതാണല്ലോ ഉറുമ്പിൻ്റെ വരി. എങ്ങനെയല്ലേ ആണോ? ഇത്ര കൃത്യത അച്ചടക്കത്തോടെ യാത്ര ചെയ്യുന്നൊരു വർഗം വേറെ ആരും ഉണ്ടാവില്ല. അങ്ങനെ അവരെങ്ങനെ പോകുമ്പോൾ എവിടുന്നോ ഒരു നല്ല സുഗന്ധം. അപ്പം ഇവരുടെ മുന്നിൽ പോയ ക്യാപ്റ്റൻ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ആള് പോയിട്ടൊരു മുങ്ങൽ കാണില്ല. അപ്പം രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാനൊന്ന് പോയി നോക്കട്ടെ അവൻ എവിടെയാ പോയത്. രണ്ടാമത്തവൻ കാണുന്നില്ല. മൂന്നാമത്തവൻ പറഞ്ഞു, ഞാൻ ഈ രണ്ടിനെയും പോയി കണ്ടുപിടിച്ചിട്ട് വരാമെന്ന്. അവൻ്റെ അഡ്രസ്സും ഇല്ല. 4 പോയി, 5 പോയി. അവസാനത്തെ ഒരുത്തൻ എവിടെയോ പണ്ട് ഭാഗവതം കേട്ടിരുന്നു. അവൻ ഇവരെയൊക്കെ അന്വേഷിക്കാൻ പോയപ്പം എവിടെ വെച്ചാൽ ഒരു പ്ലാവിൻ്റെ മുകളിലാണ്. നല്ലൊരു വരിക്കച്ചക്ക പഴുത്ത് പക്ഷി കൊത്തിയത്, അതിൻ്റെ സ്മെല്ലാണ് ഇവർക്ക് കിട്ടിയത്. ഇവരെല്ലാം ആ ചക്കയുടെ ഉള്ളിൽ കയറി കിടക്കുക. അപ്പം ഇവൻ പറഞ്ഞു, നോക്കൂ, നമ്മളൊരു കല്യാണത്തിന് പുറപ്പെട്ടതാണ്, അവിടെ മുഹൂർത്തമാവാറായി, നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കരുത്, എല്ലാവരും വേഗം പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം അവർ പറഞ്ഞു, എന്താ ഒരു മധുരം! പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പെരുമ്പാവൂരും കൂടിയാകുമ്പോൾ അതിൻ്റെ മധുരത്തിനൊരു ടേസ്റ്റ് കൊടുക്കും. നീ ഇങ്ങോട്ട് വാ, അതിലേക്ക് വാ. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ അത് കഴിക്കാൻ മോഹമില്ല, നിങ്ങൾ താഴോട്ട് വാ. കുറച്ച് കഴിഞ്ഞ് അവർ പറഞ്ഞു, സത്യം പറയാലോ, ഇനി ഈ ജന്മം താഴോട്ട് വരാൻ പറ്റില്ല. എന്തു പറ്റി? ഒട്ടിപ്പോയി അതിനകത്ത്. ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കെട്ടുബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കൽ അത്ര എളുപ്പമല്ല. അതിലങ്ങോട്ട് ഒട്ടിപ്പോയി. ആ ഒട്ടലിലൊരു സുഖമുണ്ട്. അതുകൊണ്ടാണ് ഇത്തിരിയൊക്കെ വിഷമായാലും വീണ്ടും വീണ്ടും ഒട്ടി നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒട്ടി നിൽക്കാനല്ല. ഒട്ടി നിൽക്കാൻ കാലം നമ്മളെ ഒരിക്കലും അനുവദിക്കില്ല. അപ്പം ക്രമേണ അനുഷ്ഠാനത്തിലൂടെ മനസ്സിനെ ഉയർത്തിയെടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു മാനസികമായ വിഷമത്തിലേക്ക് പോവേണ്ടി വരില്ല.